வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. ஹலோ. இன்னைக்கு என்ன படம் பார்க்க போறோம் அப்படின்னா, நம்ம சைனா டவுன் அப்படிங்கிற மூவி. திலீபேட்டன், லாலேட்டன், ஜெயராம் எல்லாருமே இருக்காங்க. இது வரைக்கும் ஃபன்னாக போயிட்டு இருக்கு. இப்போதான் வந்து இன்ட்ரெஸ்டிங்கான பிளாட்குள்ள வந்திருக்கோம். ஸோ பார்ட் 2க்குள்ள போயிடலாம். பார்ட் 2 முடிச்சுட்டு பேசிக்கலாம். போயிடலாமா? எஸ். ஓகே. What's that? Oh, that's a dance floor. എങ്ങനെയായിരിക്കും? தலைவன் ஆக்டிவேட்டட். എന്ന് വെച്ചാ എന്ന് ഇതുപോലെ ലേഡീസ് ഉണ്ടാവോ? ആ Really? ഇന്നും ഉണ്ടാവും. Wow! I like dance. Wow! Oh, wow! நல்ல பாப்புலர் எடிட்டிங் ஸ்டைலு. എന്റെ പൊന്ന് മാത്തുക്കുട്ടി, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ അങ്ങ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നേ. அதை வித்துட்டு போலாம் பிளான் பண்றான் போல. செட்டப் மாதிரி இருக்கு. മാത്തുക്കുട്ടി, നമുക്കിതങ്ങോട്ട് വിൽക്കാം. എന്നിട്ട് 3 പേർക്കും ഈക്വൽ ആയിട്ട് ഭാഗിക്കാം. വിൽക്കാനാ? അടിച്ച ഷേപ്പ് മാറ്റി ഞാൻ. അങ്കിൾ പറഞ്ഞത് നമ്മൾ 3 പേരും കൂടെ നടത്തണമെന്നാ. പിന്നെ ഡോൺ ജഗ്ഗു ഭായ് ഗോവയിൽ വരാൻ ചാൻസ് ഞാൻ പരിചയപ്പെടുന്നുണ്ട്. വേണമെങ്കിൽ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കാം. ഹായ്. എടാ, അത് ബിനോയ് അല്ലേ? അതെ, കൂടെ ഒരു പെണ്ണല്ലേ? അതെ. അതെ. Darling, we'll go upstairs. ആ പേടിയുണ്ടോ? പേടി? ஆமா, ஆப்ஸோட கேதுல പേടി ബോഡി. Living long. Yeah, honey. ഇതെന്താ വീട് വ്യത്യാസം പറഞ്ഞു. கோவா ஸ்டைல். Welcome home. Yeah. லைட் ஆனா பாரு. இந்த கயிறுல இருக்கு. Honey. ഹണി. Honey. Honey. Hey. இப்ப கவுடோட ஆள் போலப்பா. சப்டான் டானி கீழ. ബോസ്, നമ്മള് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. खाली हमारा पुलिमड़ईल खाली पर्स बड़ा मालिक मैं एक दरिद्रवासियम आदमी हूँ. कृपया करे दरवाजा मैम किनारे है. ദർവാസ നൈക്കില്ല. എന്നെ പുറത്തു വിടണം. വീണ്ടും മലയാളിയോ? നടക്കുന്ന വാച്ച്, അലക്കിയ വസ്ത്രങ്ങൾ അഴിച്ചോളൂ. എല്ലാം അഴിച്ചോളൂ. എല്ലാം അഴിക്കാനോ? അലക്കിയത് അബദ്ധമായി. എന്റെ ജെട്ടി അലക്കിയിട്ടില്ല. അത് ഞാൻ അലക്കിക്കോളാം. അഴിക്കടാ. തെണ്ടി. ഓയ്യോ. ടപ്പാ കട്ടി. நான் எப்படி பார்த்த ஆளை இப்படி பண்ணிட்டாங்களேடா. എല്ലാവരും പേടിക്കുന്ന ഒരു പേരിടണം. പേര് ഞാനിടാം. ശ്രീ രാജരാജേശ്വരി അധോലോകം. എങ്ങനെയുണ്ട്? ഓ, ഇനി പേര് കൂടെ ഇട്ടിട്ട് വേണം ആളുകൾ അഡ്രസ് തപ്പി പിടിച്ച് ഇവിടെ വന്ന് അടിതരാം. നാക്കെടുത്ത് വളയ്ക്കാതടി. കണ്ടുപിടിച്ച് വന്നിട്ടാங்கப்பா. ഇതിനകത്തേക്ക് കയറി പോയത്. വാ നോക്കാം. ஓ, ட்ரெஸ் தேடி வந்துட்டாரு போல. அப்பாடா. ஏய், வாஷிங் பவுடர் நிர்மா. இது வந்து அந்த பொலிட்டீஷியனோட பொண்ணு தானே? ஆமா, கரெக்ட். வெரி குட். आप कैसे हैं? தலைவன் போய் உட்காந்து போறான் சேர்ல. வீல் சேர் பஸ் ஸ்டாண்ட். ஓ, ஆக்டிங். हाय. हाय, आप कौन है? आपको यहाँ पहले कभी नहीं देखा. मेरा नाम बिनोय है. तुम्हारा स्वीट नेम क्या है? चांदनी. वाओ, चांदनी. अच्छा नाम है. चांदनी कुछ कहा, രാത്രിയിൽ കുറച്ച് സുനാ. ഹിന്ദി മേം 2 ലൈൻ അറിയും ഹേ. അറിയും. മലയാളം അറിയോ? അറിയാം. ഞാൻ വിചാരിച്ചു ഹിന്ദിക്ക് ചന്തി മാത്രം അറിയൂന്ന്. சிந்தினா கெட்டதல்ல. ഹിന്ദി മാത്രം അറിയൂന്ന്. എല്ലാം കയ്യിന്ന് പോയി. கெட்ட மரியா. കൊള്ളാം കൊള്ളാം. സിംഹമടയിലും വഴിപോക്കനോ. இவங்களா அது மாட்டிட்டாங்க. എന്താ? ഓ, ഈ കുട്ടിയുടെ കൂടെ ഒരു പയ്യൻ ഇവിടെ വന്നിരുന്നു. അയാളെ അന്വേഷിച്ചു വന്നതാ. പിന്നെയും മലയാളി. ഇതെന്താ മലയാള മാസോ? മലയാള മാസം. അരെ മല്ലു, പേഴ്സ്, വാച്ച്, മാല, പാന്റ് എല്ലാം അഴിച്ചു വെക്ക്. കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ ഞങ്ങളുടെ സമയവും നിങ്ങളുടെ തടിയും പാഴാവും. ശരിയാണ്, സമയം തനിയും പാഴാക്കല്ല, അത് അമൂല്യമാണ്. നല്ല സംസാരം. സക്രിയ, ആ കഥ അടച്ചാലും സക്രിയ. എന്തിന്? ഞങ്ങള് തുണി മാറുന്ന ആരും കാണണ്ട, അതുകൊണ്ടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കൂല. പിടിപിട്. അണ്ണാ அண்ணா
അണ്ണാ എന്തടാ ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോകണം. ആരുടെ ആയാലും മതി, വെളിയിറങ്ങാൻ നിവൃത്തിയില്ലെന്നേ. എന്തിനാടാ അണ്ടർവെയർ അല്ലേ ശങ്കരയാ? അതെ അതെ, നാണവും മാനവും ഇല്ലാത്തവന് കൂളിംഗ് ഗ്ലാസ് എന്തിന് ஏற்கனவே ஆட்டியா போட்டு போயிருக்காங்க. വിചാരിക്കുന്നത്. പറഞ്ഞത് അവിടെ വെക്കാൻ, ഒരെണ്ണം അതും അവിടെ വെക്കാൻ. എന്നിട്ട് ഇത് വെച്ചോ, ഇത് അവന്റെ. ഓക്കെ, അണ്ണാ എന്ത് പറയണേ? തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. വേണമെന്നില്ല. വരുന്നില്ല. അണ്ണാ പോയി. എന്തോന്നടാ ഇതൊക്കെ, നാണക്കേട്. ദൂരോട്ട് ഇല്ലെന്ന്. ബിനോയ് ഇവിടെ എങ്ങും ഇല്ലട്ടോ. അതാ ഒരു തുണിയില്ലാതെ. പത്തു ரைட்டு, இவருக்கு ஏத்த ஆள் போல. എന്തായാലും ചാന്ദിനാഥ് പറയുന്നുണ്ടോ? അമ്മ മലയാളി എന്താ Go back. Strangers, allergy. ഓക്കെ ഓക്കെ ഈ കുട്ടിക്ക് എന്ത് പറ്റി? അയ്യോ ഭയങ്കര ട്രാജഡിയാ. Tragedy. പ്ലീസ് ഞങ്ങളും കൂടെ അറിയട്ടെ എന്താ ട്രാജഡി എന്ന്. പുള്ളിക്കൊരു ലവ് ഫെയിലിയർ ഉണ്ടായി. പാവം, ഷോക്ക് വന്നിട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. ഇഷ്ടല്ലേ? ഇനി ഒരുപാട് സ്നേഹം കിട്ടിയാലേ ഇത് ശരിയാകുന്ന അയാള് പറഞ്ഞിരിക്കുന്നേ. ലവ് തെറാപ്പി. ഏതാ? ലവ് തെറാപ്പി. ഇതൊന്ന് ലവിന്റെ തെറാപ്പി. അതാണ്. അതെ അതെ, റിയലി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അരിക്ക ഏരിയയില്. അതെ അതെ, പുള്ളിക്കാരൻ നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് വേണ്ട. വേണം. സാധാരണ ഈ അരയ്ക്ക് കീപ്പോട്ട് തളർന്ന കാലിന് ഒരു ഫീലിംഗ് ഉണ്ടാവും. അതെ, എനിക്കിപ്പോ ഒരു ഫീലും ഇല്ല. ഇതിന് ആയുർവേദത്തിൽ ഒരു ചികിത്സ ഉണ്ട്. ആണ്. അയ്യോ, ആയുർവേദം എനിക്ക് അലർജിയാ. അല്ലല്ല, ഇത് പുറത്തു കൊടുക്കാനുള്ള. പുറത്ത് കൊടുക്കാൻ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അരയ്ക്ക് മേളിലോട്ട് തളർന്നവര് വരെ എണീറ്റ് ഓടിയ ചരിത്രം. പ്ലീസ്. ചാന്ദിനി, നമുക്ക് ഇവരെ അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. അടിക്കും പുറന്നോ? ஓஹோ. അടിച്ചു. അടിച്ചു അറിഞ്ഞില്ല. Do you feel anything? How sad. ஐயோ. ഇപ്പൊ ചെറുതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു ഫീല് വരുന്നു. അതെ, നിങ്ങൾ എത്ര തല്ലിയിട്ടും ഞങ്ങൾ ഈ പേഷ്യന്റിനെ വിദഗ്ധ ചികിത്സക്കായിട്ട് കൊണ്ടുപോവാ. ആ, അടിയുന്ന തീയിട്ടിട്ട് தீயிட்டு அடி. മറ്റേ പരിപാടി കാണിച്ചാണല്ലോ, ഇടിച്ചതിന്റെ ഷേപ്പ് ചെയ്യാൻ പറ്റും. എനിക്കും ഇവിടെ തുല്യ അവകാശമുള്ളതാ. ഞാനും തത്തുല്യനാ. പിന്നെ അവൾ ആരാന്നറിയോ? ഇവിടുത്തെ ഹോം മിനിസ്റ്ററുടെ മകളാ. എന്നോട് കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഹോം മിനിസ്റ്ററെ കൊണ്ട് രണ്ടുപേരെ പിടിച്ച് ഞാൻ അകത്തിടിപ്പിക്കും. മൈൻഡ് ഇറ്റ്. ഹോം മിനിസ്റ്ററുടെ മോളെയാണോ നീ പ്രേമിക്കുന്നത്? ഞാൻ ആ കുട്ടിയുമായിട്ട് ചെറിയൊരു ഇഷ്ടത്തിലാ. ആ ആദ്യം അകത്താകുന്ന നീ ആയിരിക്കും, മനസ്സിലായോ? സംഭവിക്കും. ഈ ബിനോയ് ഉണ്ടല്ലോ, ഒരു പെണ്ണിന്റെ മണം കിട്ടിയാ മതി, അപ്പൊ അതിന്റെ പിന്നാലെ പോവും. പിന്നെ മറ്റേ അദ്ദേഹം സക്രിയ, പൈസ എന്നുള്ള വിചാരമല്ലാതെ അതിന്റെ തലയിൽ വേറെ ഒന്നുമില്ല. മറ്റേ സാധനമാണെങ്കിലോ നല്ല അസലൊരു ഗുണ്ട. ആരെയാ പപ്പ എന്റെ തലയിൽ കെട്ടിവെക്കാൻ പോന്നെ? മോളെ എമിലി, നിന്റെ തലയിൽ ആരെയും കെട്ടിവെക്കാൻ പോകുന്നില്ല, നിന്നെ നിർബന്ധിക്കുന്നുമില്ല. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. നീ ഇപ്പൊ പറഞ്ഞില്ലേ മാത്തുക്കുട്ടി ഒരു ഗുണ്ടയാണെന്ന്. അവന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെ ആകുമായിരുന്നു. അവന്റെ അപ്പൻ എന്റെ സേവ്യർ. അവന്റെ ജീവൻ ബലി കഴിച്ചെന്ന ദാനമാണ് നിന്റെയും എന്റെയും ജീവിതം. ஒரு லெஜிட் தான் போல. അമ്മ സന്ദേഹം. എന്റെ സുഹൃത്തുക്കളുടെ മക്കളിൽ ഒരാളാവണം എന്റെ മകളുടെ ഭർത്താവ്. അതിന് എന്റെ മകൾക്കും സമ്മതമാണ്. അതിനെന്താ അങ്കിൾ, മുഹൂർത്തം തീയതിയൊക്കെ കുറിച്ചോളൂ. മോനെ, അതിനു മുൻപ് നീ മാത്തുക്കുട്ടിയോടൊന്ന് സംസാരിക്കണം. അവന്റെ സമ്മതം വേണമല്ലോ. അവന്റെ സമ്മതം വേണമല്ലോ മോനെ. ശരിയാ, അവന്റെ സമ്മതം വേണമല്ലോ. സ്വത്ത് എഴുതി തരുവില്ല. അതൊന്നും ശരിയാവില്ല. ഭാര്യ, കുടുംബം, ഇതൊന്നും മാത്തുക്കുട്ടിയുടെ ജീവിതത്തിന്റെ ലിസ്റ്റിലേ. പിന്നെ എന്താണാവോ അങ്ങയുടെ ലിസ്റ്റിലുള്ളത്? റോസമ്മയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരിലോ ബോംബെയിലോ കൽക്കട്ടയിലോ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഡോണായിട്ട് ജീവിക്കുക. അപ്പോഴും ഡോൺ ഒരു ഫാൻസി ഇല്ലേ? കൂട്ടിയിട്ട് ഒരു ചെറിയ ഗുണ്ടാ സംഘം. ഈ ഡോണിന് ഭാര്യ, കുടുംബം, കുട്ടികളൊക്കെ വന്ന എതിർ കക്ഷികൾ വന്ന് ഈ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ മറ്റവര് വന്ന് ഭാര്യയെ പിടിച്ചിട്ട് പൈസ ബാർഗൈൻ ചെയ്യുക. എന്തിനു വെറുതെ തലവേദന? അങ്കിൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീയാ കാണ്. ഞാൻ കണ്ടിട്ട് കാണലല്ല, മറ്റേ കാണല്. തേങ്ങാ കൊല. നീ ആദ്യം ഒന്ന് കാണ്, എന്ന് കണി വെച്ചോ. ഈ ജഗ്ഗുഭായി അറിയോ? ജഗ്ഗുഭായിയോ? അതാരാ? ജഗ്ഗുഭായി അറിയില്ല? ഇവിടുത്തെ വലിയ ഡോൺ അല്ലേ. 3 കൊലക്കേസിൽ അവിടെ പടക്കം പൊട്ടിച്ച് ആഹ്ലാദിച്ചാണ്. നോ. അയ്യേ, പൊതുവിജ്ഞാനമില്ല. ജനറൽ സയൻസ്.
ജിറ്റേ നോ 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 ആ ടാബ്ലറ്റ് അമ്മച്ചിക്ക് കൊടുക്കരുത്. അത് അലർജി ഉണ്ടാക്കുന്നതാ, ഞാൻ പറഞ്ഞിട്ടില്ലേ. ഡോക്ടർ എടുത്തോ, അതൊന്നും ശരിയാവില്ല. അമ്മച്ചിയെ പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? റോസു വേഷം കെട്ടുമായിട്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. വേഷം കെട്ടൊക്കെ ഞാൻ എപ്പോഴേ നിർത്തി. ഇപ്പൊ എന്താ വേണ്ടേ? ഒരു ആലോചന വന്നിട്ടുണ്ട്. തനിക്ക് എപ്പോഴാണ് ആലോചന വരാത്തത്? അയ്യോ എനിക്കല്ല, റോസമ്മയ്ക്ക. പയ്യൻ ഒരു ഡോക്ടറാണ്. പയ്യനുമായി ഒരു കൂടിക്കാഴ്ചക്ക് റോസമ്മയെ കൂട്ടിച്ചെല്ലാൻ എന്നെ പറഞ്ഞയച്ചതാ. വേഗം റെഡി ആയിക്കോ. ബിനോയ്, ഈ പ്രപ്പോസലിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാവോ? റോസ് ആരോടെങ്കിലും എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ട്, പക്ഷെ അത് തുറന്നു പറഞ്ഞ ആ നിമിഷം എനിക്ക് അയാളെ നഷ്ടപ്പെടും. ലുക്ക് റോസ്, സ്നേഹം പറയാതിരിക്കരുത്. അഥവാ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ പ്രകടിപ്പിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. ലവ് ഈസ് ഡിവൈൻ, നോട്ട് വെറും വൈൻ, ആൻഡ് ഇറ്റ് അറൈസ്. நம்ம தான் தப்பா நினைக்கிறோமோ? நம்ம கரெக்டா கெஸ் பண்ணல, கன்ஃபியூஷன். இப்ப இது அசிஸ்டன்ட் தானே? ஜெயராம் தான் ஜோக்கர் பண்ணிருக்காங்க. ഇതിലാണ് അവന് ജയ് വിളിക്കുന്നത്. എടാ, അവൻ എന്നെക്കാൾ വെറും 4ാം കട റോഡിയായിരുന്നു. എന്ന് വെച്ചാൽ തറ. പിന്നെ കള്ളക്കടത്തും ലോകം മുഴുവൻ മയക്കുമരുന്ന് കയറ്റി അയക്കലും. ഹോം മിനിസ്റ്ററുടെ ബലത്തിലായി ഇത്രയും നാൾ അവൻ കളിച്ചത്. ഇനി അതൊന്നും വേണ്ടി വരില്ല. ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ലടാ. ஆகாது போல. എന്റെ പാട്ടി നോക്കോ. சொல்ல போறாங்க. வாய்ஸ் மாடுலேஷன் பத்தியா? ഹലോ ഡോക്ടേഴ്സ്. അതെ, ആ ഗൗഡ ഉണ്ടല്ലോ, ഈ ചാന്ദ്രിയുടെ ഫാദറിന്റെ ക്ലോസ് ഫ്രണ്ടാ. ആണോ? അങ്ങേരുടെ അടുത്ത് ഞങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണേ. പരിചയപ്പെടാം. ഞാനൊന്നും വരുന്നില്ല. അയ്യേ, എന്നാ ഞാനും വരുന്നില്ല. നീ വേണേ പോയി പരിചയപ്പെടും. നീ വേണേ പോയി പരിചയം. ஓ, ஃபேஸ் ரெக்கக்னைஸ் பண்ணிடுவான். நைஸ் எடிட்டிங். നീ എങ്ങനെ നോക്കണം? വാ, നമുക്ക് പരിചയപ്പെടാം. You started gambling? അയ്യോ, ചാന്ദിനി ആ ടൈപ്പല്ല. ഇവിടെ കസിനോയിൽ എന്നെ കാണാൻ വന്ന. ഓഹോ. എന്റെ ഫ്രണ്ടാ ബിനോയ്. നോ 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 നോ, ഐ ആം ദി ഓണർ ഓഫ് ദി കസിനോ. ഓഹോ. ദേ ആ നിൽക്കുന്ന പയ്യൻ എന്റെ ഒരു പാർട്ട്ണറാ. ഏത് കസിനോയാ? ജാക്ക് പോട്ട്. വൺ മിസ്റ്റർ വിൽസൺ അല്ലേ അതിന്റെ ഓണർ? അതെ, അദ്ദേഹം ഞങ്ങക്ക് തന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ മക്കളാ ഞങ്ങള്. മാത്തുക്കുട്ടി, ഇവനിതെന്തോ இங்கேயே போட்டு பார்க்க போறாங்க. இல்ல இல்ல, இங்க ரிவீல் பண்ண மாட்டான் சார். பேசா മാത്തുക്കുട്ടി സേവിയറിന്റെ മകനാണ്. പഴയ 4 സ്റ്റാർ ക്ലബിലെ സേവിയറിന്റെ. അതെ, അറിയും. അവന്മാരെ ശരിക്കൊന്ന് നോക്കി വെച്ചോ. എന്തിനാ ബോസ്? ഇനി കാണുമ്പോ മാറി നടക്കാലോ. എക്സ്ക്യൂസ് മീ. ലെറ്റ് മീ ഗസ്. ഡേവിഡിന്റെ മകനല്ലേ? അതെ. இவங்களுக்கு யார் கேஸ் ஞாபகம் போல. ഈ വിൽസൺ എന്ന് പറയുന്ന ആള് പഴയ 4 സ്റ്റാർ ക്ലബിലെ. അതെ, ഈ അങ്കിളിന്റെ മുഴുവൻ പേര് വിൽസൺ ഗോമസ്. ഓ, ആ അങ്കിളിനെയും ഇപ്പോ കണ്ടിട്ട് കുറെ കാലമായി. സാരമില്ല, പരിചയം പുതുക്കാം. என்னடா மலையாளத்துல பேசி ഇനി എന്ത് വരാന്ന് പറഞ്ഞാലും നാട്ടിലേക്ക് ഞാനില്ല. ഇവിടെ എന്ത് സന്തോഷ. ആരായി ബിനോയ്? മാത്തുക്കുട്ടി, അപ്പൊ ആരായി സക്രിയ? ரைட். ഞാനാണോ? യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങളും. ஏன் ஒண்ணு இந்த ஹோம் மினிஸ்டர் வேலையா இருக்கும், இல்ல கவுடா வேலையா இருக்கும். ட்ரக் பொசிஷன். நான் பாட்டுக்கு எங்கே வருவேன் சிவனே. അകത്തായ കാര്യം അങ്കിൾ അറിഞ്ഞു കാണില്ലേ? അറിഞ്ഞ അങ്കിൾ ഉടനെ നമ്മളെ പുറത്തിറക്കും. അങ്കിളിന്റെ ഗോൾഡ് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. ஓ, அங்கிலே புடிச்சாங்களா? ഈശോയെ, അങ്കിൾ അകത്തായ. അങ്കിളുടെ ആരാ കമ്പിമ ഹോൾഡ് ചെയ്തിരിക്കണേ? എന്റെ കൈയും കാലും തളരുന്നു. அடி பொளந்துட்டாங்க. വടി വാങ്ങണു. ஆமா தெரியுதா? அங்கே கேர்ள்ஸ் எப்படி அந்த பக்கம் அப்படி വെയിറ്റ് இல்லையே? ചാരണ്ട, കുറച്ച് മാറി നിൽക്ക്. അപ്പുറത്തെ സ്ത്രീകളുടെ ജയിലാ. எப்படி അതില് ചാരി നിന്നാ പോലും ഗർഭം ഉണ്ടാക്കുന്ന ജാതിയാ. നീ ചന്ദ്രൻ വളഞ്ഞ വഴിയിൽ. അതേലോ. നക്ഷത്രദീപങ്ങൾ തിളങ്ങി. രാജമ്മേ, രാജമ്മ ആ പറഞ്ഞത് ശരിയായില്ല.
ஏறடா பட்டி அது மாதிரி. ஓ யார் சாமி இவரு? என்னடா பிசினஸ் பண்ற? கசினோவா? ഡ്രഗ്സ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. ஓ பேர் என்ன? സക്കറിയ. தமிழ் அவங்கிட்ட கேட்டுதானே? ഇല്ല സാർ. நீ என்ன டாக்டரா? ആയിരുന്നു, പക്ഷെ ഇപ്പൊ അല്ല. மாட்டிக்கிட்டான். இப்ப டூப்ளிகேட்டா? என்னடா இப்படி சிரிப்பு? என்னடா முழிக்கிற? ഇയാള് കൊണ്ടുവന്ന എൽദോ, ഇതൊരു ട്രാപ്പാണ്. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. സോറി. அவரே சொல்லிட்டாரு டீசென்டான ஆளு. മാത്തുകുട്ടി, സതിയ, എന്റെ റോസമ്മയെ കെട്ടാൻ വേണ്ടി നീ പറഞ്ഞ കള്ളമാണല്ലേ ഡോക്ടറാണെന്ന്? എന്റെ അവസ്ഥ അതാടാ. നിനക്ക് ഓർമ്മയുണ്ടോ, കുട്ടിക്കാലത്ത് നമ്മൾ തമ്മിൽ തല്ലുകൂടുമ്പോ ചെന്നൈ പോലീസ് അവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുക. ഞാനൊരു കാർ ഷോറൂം തുടങ്ങി. അമ്മച്ചിയുടെ പേരിലായിരുന്നു അത്. പിന്നീട് എന്റെ ഗതികേട് കൊണ്ട് ഞാൻ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾക്കൊക്കെ ഇരയായത് എന്റെ അമ്മച്ചിയാടാ. അമ്മച്ചിയുടെ മരണം ജയിലിലാവരുത് എന്നുള്ളൂ എനിക്ക് പ്രാർത്ഥന. എനിക്ക് പണം വേണം. ഞാൻ പറ്റിക്കും വെട്ടിക്കും, അതിനു വേണ്ടി ആര് വേണമെങ്കിലും. തിരിച്ചു തല്ലടാനെ. വേണ്ട, പണ്ട് നീ അടിക്കുമ്പോ ഞാൻ തിരിച്ചടിക്കാറില്ലല്ലോ. നമ്മളിൽ ഒരാൾ പുറത്തിറങ്ങിയേ പറ്റൂ. ഇവിടെ ഓ, പ്ലാൻ പോലും പറ്റുന്നില്ല. അതെങ്ങനെ? അതൊക്കെ ഞാൻ രക്ഷപ്പെടാം. അടിയടാ. ஃபர்ஸ்ட் டைம் சான்ஸ் கிடைச்சிருக்கு தலைவனுக்கு. தலைவன் ஓட்டே ஓட்டார். വേറെ ലെവലാണ്. എന്നെ തലയടിച്ചു കൊടുക്കണം പട്ടി. போச்சு, அவர் ரெடி ஆகிற போறாரு நினைக்கிறேன். சார்ஜ் எனக்கு எடுத்த சான்ஸ் போயிடுச்சு. അക്രമം ഞാൻ എന്റെ കയ്യിൽ പോടാ. നമ്മി ഓട്ടേ എന്റെ ദേവി, വല്ലതും പറ്റിയാൽ ഞാൻ ഇതിനകത്ത് എങ്ങനെ മൂത്രമൊഴിക്കും? പോയിട്ടില്ല. നിങ്ങൾ പോകരുത്. பிடிச்சிட்டாங்க. ஜாவ் ஜாவ், चल चल चल. பஞ்சாப்ல மினிஸ்டர், ஹோம் மினிஸ்டர் சாந்தினி கூப்பிட்டு வந்துட்டாங்கன்னு நினைக்கிறேன். எந்த பையனா கூப்பிட்டு வருவாங்க. സോ യു ആർ മിസ്റ്റർ ഗോമസ്, വിൽസൺ ഗോമസ്. നാട്ടിലും വിദേശത്തുമായി എന്റെ ഡ്രഗ് ഡീൽസ് ഓരോന്നായി നീ പൊളിച്ചു. ലുക്ക് ജെന്റിൽമാൻ, നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അത് തീർക്കാനുള്ള സമയമല്ല ഇത്. ചൈന ടൗണിൽ നിനക്കും നിന്റെ ഫ്രണ്ട്സിനുമുള്ള ഉടമസ്ഥ അവകാശം എല്ലാം എനിക്ക് വേണം. എല്ലാം. അതൊക്കെ മിസ്റ്റർ ഗൗഡാക്ക് എഴുതി കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് പോവാം ഇന്ന് തന്നെ. ഒരു കേസും നിങ്ങളുടെ പേരിൽ ഉണ്ടാവില്ല. ഐ ഗിവ് യു മൈ വേർഡ്. ഇനി തന്തയുടെ സ്വത്തെന്നും പറഞ്ഞ് ഒരുത്തനും ഇങ്ങോട്ട് വരരുത്. ഒപ്പിട്. ഒപ്പിടാൻ. ஒப்பிடாம ஏன் ஃபீல் பண்ற? சைன் பண்றா. வெளியே போய் அடிச்சு பிடிக்கிறவங்க கூடாது. சிரிச்சு வேண்டியது. கமான் மாசுக்கு போட்டு பொழப்புங்க. தலைவர் எப்பவுமே ஜாலி மோடுது இந்த மாதிரி. இன்னும் മുങ്ങി നിൽക്കണല്ലോ. ആ ഹോം മിനിസ്റ്റർക്ക് പേടിയാ. അല്ലെങ്കിൽ നിന്റെ ഒന്നും ശവം പോലും പുറത്തു വരില്ലായിരുന്നു. 3 ദിവസമേ ഉള്ളൂ ഇലക്ഷന്. അതുവരെ ഞാൻ ഒന്നും ചെയ്യില്ല. നല്ല കുട്ടിയാ. ഹോം മിനിസ്റ്റർ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കും. ഈ 3 ദിവസം കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. ചാओ. എത്ര ദൂരത്ത് വേണമെങ്കിലും വിദേശത്തേക്ക് പൊയ്ക്കോ. തേടി പിടിച്ച് കൊന്നിരിക്കും എല്ലാത്തിനെയും. ഗൗഡ, നമ്മൾ തമ്മിലുള്ള കണക്ക് നമ്മൾ തമ്മിൽ തീർത്താൽ മതി. അതില് ഇവരെ ഇടപെടുത്തണ്ട. നീ കാത്തിരുന്നില്ലടാ എന്നോട് പകരം ചോദിക്കാൻ. ഇനി ഇതുപോലെ ഒരുത്തനും വരാൻ പാടില്ല. ബാക്കി ഉണ്ടാവാൻ പാടില്ല. അടുത്ത 25 ദിവസം എടുക്കണമേ. 3 ദിവസം അത്രേ ഉള്ളൂ ഇനി ആയുസ്. चाइना टाउन का एक ही राजा है, मैं गौड़ा। எல்லாருக்கும் இப்போ ஞாபகம் வருது. இப்போ மாலை போட போறாரு. റിവഞ്ച് സീൻഡാ. നീ എനിക്ക് 3 ദിവസമല്ലേ തന്നത്? അതിനു മുമ്പ് നിന്റെ സാമ്രാജ്യം അവസാനിക്കും. അതെത്ര വലുതാണേലും. ഇത് മാലയല്ല, നിന്റെ നെഞ്ചത്ത് ഞാൻ വെക്കുന്ന റീത്താണെന്ന് കൂട്ടിക്കോ. എന്റെ അപ്പൻ മരിച്ചു വീണ മണ്ണായത്. ആഴത്തിലുള്ള 7 മുറിവുകൾ ഉണ്ടായിരുന്നു. വെട്ടും കുത്തുമേറ്റ് വേദനിച്ചു മരിച്ച ഒരാളായിട്ടല്ല.
സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഒരാളായിട്ടാ ഞാൻ എന്റെ അപ്പനെ കാണുന്നത്. ആ അപ്പന്റെ ചോര വീണ മണ്ണിൽ എന്റെ ചോര വീഴുന്നെങ്കിൽ വീഴട്ടെ. മാത്തുക്കുട്ടി, നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്നെ അയാൾ നമുക്ക് അനുവദിച്ച 3 ദിവസം 2 ദിവസമായിട്ട് കുറച്ച് കാണും. പോലീസും അധോലോകവും ഒക്കെ അയാളുടെ കയ്യിലല്ലേ? അതേ മാത്തോട്ടിച്ചായ, ചുരുങ്ങിയ സമയം അവർ ഒരുപാട് ആളുകള്, നമ്മൾ 3 പേരും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അയാളോട് ചെന്ന് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. എടാ, നമ്മുടെ അപ്പനെ അമ്മയെ കൊന്നവനാവൻ, അവനോട് പോയി മാപ്പ് പറയാനോ? മരണം ഒരിക്കലല്ലേ ഉള്ളൂ. ചങ്കൂറ്റത്തോടെ മരിച്ചൂടെ, അതും ജനിച്ചു വീണ ഈ മണ്ണില്. അണ്ണൻ നിങ്ങൾ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? പക്ഷെ കണ്ടു കിട്ടണ്ടേ? ഞാനല്ല തിരക്കിയത്, ആ ഗൗഡയുടെ ആൾക്കാരാ. പേടിക്കണ്ട, ടെൻഷൻ മാറ്റാനുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാധനങ്ങളോ? ഇതാ ഇവർക്കേ കാശ് കിട്ടിയത്, ഇവർക്ക് ഇവിടെ എല്ലാം കിടച്ചത്. ഇത് എനിക്കും വേണം. ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ദാ, സെറ്റപ്പ്. ഇത് കഴിച്ചാൽ ഞാൻ 3 അടിക്കും. പേടിച്ചിട്ട് തന്നെയാ. ദൈവമായിട്ട് കൊണ്ടു തന്ന ഒന്നും അറിയാതിരിക്കുക. ഞാൻ കുടി നിർത്തിയിരിക്കുക. അതിൽ ടച്ചിങ്സ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ഒഴിക്കേ. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ നടത്തുന്ന പാർട്ടിയാ. അവന്റെ നെഞ്ചത്ത് മാത്തുക്കുട്ടി റീത്ത് വയ്ക്കുമെന്ന് നേരിട്ട് പറഞ്ഞപ്പോ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാനും എന്റെ പിള്ളേരും നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങളുടെ കസിനോ വിൽക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വാങ്ങാൻ എന്റെ കയ്യിൽ ആളുണ്ട്. ഭ്രാന്താശുപത്രിയിൽ നിന്ന് മഞ്ഞക്കാർഡ് കിട്ടിയവനാ ഞാൻ. പൊരുത്തപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ. പൊരുത്തപ്പെട്ടു. ഇനിയിട്ട് പെട്ടു കഴിഞ്ഞു. ഒരു നക്കിനെ എനിക്കും തരുമോ? എനിക്ക് തിരിയുവാ ഇത് വന്നിരിക്കുന്നത് കൂടെ സ്റ്റാർ സിംഗേഴ്സും ഉണ്ടാവും. ഇത് வந்து മലയാള സൂപ്പർ സിംഗർ മാതിരി പോലെ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വരവിട്ട് വരാം. നിങ്ങൾ ഇതിനേക്കാൾ വലിയ കൊലവിളി വിളിച്ചല്ലേ നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കുന്നത്? ഞാൻ CV ചന്ദ്രൻ വളഞ്ഞ വഴി. നിൽക്കൂ, ഞാൻ ഇവിടുത്തെ അണ്ടർവെയർ ടോണാണ്. ആ നിൽക്കുന്ന കുട്ടികൾ എന്റെ ഗ്യാങ് മെമ്പേഴ്സ് ആണ്. ഒരു നിമിഷം. ഇതെന്താ ഡേഞ്ചർ സോൺ എലിമിനേറ്റ് പ്രൊമോ. അടുത്ത മീസ കറക്റ്റ് മാറ്റിട്ടാണ്. അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. ആരോട്? മീശയോട് ഇങ്ങോട്ട് വരാൻ പറയാൻ. ആര് വിളിക്കുന്നു പറയാൻ? സാറ് വിളിക്കുന്ന പറയടാ പുല്ലേ. ജയിലിൽ അടിച്ചവൻ. നല്ല കപ്പലുണ്ട്. സാറ് വിളിക്കുന്നു. സാറ് വിളിക്കുന്നു. ലൈസൻസ് എടുക്കാ. இந்த மாதிரி மீச வளர்த்ததுக்கு லைசன்ஸ் எடுக்கடா. നീ ആരെടാ മീശ മാതാ? நீ ஏற மீச மாத்துவடா. புள்ளோட நான் கத்தே எடுக்கறா. பூச்சி மீசை கட் பண்ண போறானுங்க. ഭാരത് ഷാപ്പിലേക്ക് ഇങ്ങനെ போட்ட பவுடர்லாம் வேலை செய்யுது. போடுறான்டா. மொட்டை அடிக்கும் பொழுது குழம்பு போடுவான். ഒരു ഫോട്ടോ എടുക്ക. ഒരു ഫോട്ടോ എടുക്ക. മധുവിടെ ഗൗഡയെ നമ്മൾ വെറുതെ വിടുന്നു. ഞാൻ ആദേശിച്ചുള്ളൂ. ഹാങ് ഓവർ മാതിരി വീഡിയോ സറക്കടിച്ച് കാലം തിരിച്ച് ഞാൻ ഓർമ്മ നിனைக்கிறேன். ഫോൺ ഗൗഡയാ? റോസ്റ്റമ്മേ, ഞാൻ ഇത് ഡീൽ ചെയ്തിട്ട് വരാം. ഹലോ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ഇതെവിടെയാ? ഇതെവിടാ സ്ഥലം? അതാണ് നമ്മുടെ സ്ഥലം. നിനക്ക് ഹിച്ചായി കുടിച്ചോ? ഞാൻ കുടിക്കുന്നു. ഞാൻ കുറച്ച് കുഴപ്പമൊന്നുമില്ല. ഫോൺ വെച്ച്. ഹലോ മോളെ റോസമ്മേ, എന്താ മോളെ, എന്ത് പറ്റി? മാത്തുക്കുട്ടി ചായ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്കിൾ. അതാണോ ഇത്ര വലിയ കാര്യം? അവൻ 1-2 കഴിച്ചു കാണും. അത് ഇത്ര കാര്യമാക്കാനുണ്ടോ മോളെ? അയ്യോ അതല്ല, ഹിച്ചായി കുടിച്ച കുഴപ്പമാ. പിന്നെ ആര് പിടിച്ചാലും ഓ കിട്ടില്ല. ഡാം. എന്തൊക്കെയാ സംഭവിക്കാന്ന് പോലും അറിയില്ല. അതാ ഞാൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി കൂടി നിർത്തിച്ചത്. പ്രത്യേകിച്ച് ഈ അവസ്ഥയില് ഹിച്ചായി കുടിക്കുകയും കൂടി ചെയ്ത. നീ പേടിക്കണ്ട മോളെ, അവൻ ഒറ്റയ്ക്കല്ലല്ലോ. അവനെ നിയന്ത്രിക്കാൻ സക്കറിയായും ബിനോയും ഒക്കെ ഉണ്ടല്ലോ കൂടെ. அவங்க தான் எனேபிளே பண்றானுங்க. വിരല് വായിലിട്ട് ശ്രദ്ധിക്കടാ. വിരലിടാനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ 2 കൂടി അടിച്ചേ. ഇവന്റെ അമ്മയുടെ നമ്മുടെ അമ്മേനെ അപ്പനെയൊക്കെ കൊന്ന ഇടിച്ചിടിച്ച് അവനെ കൊണ്ട് ചോര തുപ്പിക്കണം. ரைட். ஆள் வித்தியாசமான ஆளா இருக்கான் பாவன்.
ഇതെവിടാ? ஏன் அவர் அங்க இருக்காரு? சுமோ ഇത് യാർ ഇത്? சுமோ ரெஸ்லர்ஸ். അയ്യോ എന്റെ ആരുമല്ല. ആരാ? எத்தனோண்டிருக்காரு ஜெயராமே எத்தனோண்டிருக்காரு. തുമ്പിക്കേ. ஜக்குபா இவருதானா? അതെ അയാൾ ആരാ? ഇതേതാ സ്ഥലം? നമ്മളവിടെ ജപ്പാനിലോ? നീയല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഞാനോ? ആ ഈ ഞാനോ? ഞാൻ തന്നെ. ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലം കാണുന്ന തന്നെ. എടാ ഇന്നലെ രാത്രി നീയല്ലേ ഞങ്ങൾക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്തത്? ഞാനൊന്നും ഓർക്കുന്നില്ല. ദേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാതെ മാത്തുക്കുട്ടി. നീ പറഞ്ഞ പദ്ധതിയൊക്കെ നടപ്പാക്കിയത് നിന്നൊരാളെ വിശ്വസിച്ച് നിന്റെ ഒരൊറ്റ ധൈര്യത്തിലാണ്. போச்சு தலைவன் என்ன பண்ணிட்டு இருக்கான்னு தெரியலையே. செந்தில மாட்டிக்கிட்டாப்லையே. ബിനോയ് ബിനോയ്, ബിനോയ് Statue. ഒയ്യോ. ஓகே நம்ம வந்து பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். ബൈ ബൈ.